ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. വേറൊന്നല്ല, ഇക്കാൻ്റെ ഉമ്മ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നേർച്ചയ്ക്ക് നേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ കേട്ടോ. പുത്തിരിപ്പാടം പള്ളിയിൽ നേർച്ച ഉണ്ടായിരുന്നല്ലോ. ആ പള്ളിയിൽ തന്നെ കുട്ടിക്ക് കൈപ്പണം വരാനും പിന്നെ അതുപോലെ തന്നെ പട്ട് കൊടുക്കാനൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും ഒക്കെയും ഉപ്പയും പിന്നെ മക്കളും കൂടിയിട്ടാണ് കേട്ടോ പോണത്. മുത്തും സ്വത്തും കൂടിയിട്ട് മുത്തുവിനെ കൊണ്ട് വാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഈ കൈപ്പണം വരുന്നതാണ്. അപ്പം ഉമ്മ കുറേ ചില്ലറ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചില്ലറ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിന് അവൻ്റെ കയ്യിൽ എത്ര പൈസയാണ് കൊള്ളുന്നത് അതെടുത്തിട്ട് അവിടെ പെട്ടിയിലിടാന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം പള്ളിയുടെ ഉള്ളിലാണല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. മുത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. കിട്ടിയ ചാൻസിൽ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പള്ളിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ സ്വത്ത് ഉറങ്ങിയിട്ടോ. വണ്ടി കയറിയപ്പോഴേക്കും അവന് കാറ്റൊക്കെ അടിച്ചപ്പോഴും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പട്ടും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ, 2-3 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ പട്ടും പിന്നെ ചന്ദനത്തിരിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കാരണം ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ചൂടാണ് ഈ ഭാഗത്ത്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നിൽക്കുകയാണ്, ഇനി മഴക്കാലമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന്. കാരണം പാലക്കാടിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. മോനൊന്നും ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പകലൊന്നും. അപ്പോൾ അത്രയും ചൂടാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയ കാരണം അവന് ചെറിയൊരു പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിലൊക്കെ അറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ പട്ടും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഖബർസ്ഥാനിൽ കത്തിച്ച് വയ്ക്കാനും പിന്നെ എന്താ പറയുക പള്ളി കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനെ ഞാൻ കുറേ വിളിച്ചു കേട്ടോ ഉണർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ മൂപ്പരാൾ ഉണരുന്നില്ല, നല്ല ഉറക്കമായിട്ട് തന്നെ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതാ പള്ളിയിലേക്ക് ഇറങ്ങി പോകണം. അപ്പുറം അങ്ങനെ ഖബർസ്ഥാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഓരോന്നും പറയാൻ കേട്ടോ. അവിടെ ഇങ്ങനെ ചെറുപ്പത്തിൽ ചെറിയ ഇടവഴിയായിരുന്നു, അത് കൂടെ നടന്നു വന്നിരുന്നു, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വെയിലുണ്ട്. സമയം അധികം ഒന്നും ആയിട്ടില്ല, 10-11 മണി ആയിട്ടില്ല കേട്ടോ. 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കിന് തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലും നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്താ പറയുക യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത്, പട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ കൈപ്പണം വാരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇപ്പുറത്തു കൂടെ പോവാണ് കേട്ടോ. ഇവിടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറും ഉപ്പാൻ്റെ ഖബറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉപ്പ ചന്ദനത്തിരി കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇക്ക വണ്ടി എടുത്തിട്ട് അപ്പുറത്തു കൂടെ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തു കൂടെ പോയിട്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇവിടെ കുറച്ച് ഇത് നടന്നു കഴിഞ്ഞാൽ റോഡെത്തി. അപ്പോൾ അതിനെ പോയിട്ട് ഇക്ക വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ ഇതിനെ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോഴേക്കും മോന് പിന്നെ അവനെ ഞങ്ങൾ ഉണർത്തിയിട്ടോ. മുത്തുവിന് ബാക്കി പൈസ ഉണ്ടായിരുന്നു, അത് അവനെ കൊണ്ട് ഉണർത്തിയിട്ട് അവനെ കൊണ്ടും വാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുത്ത് പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവനിങ്ങനെ പൈസ ഒക്കെ വാരിയിട്ടപ്പോൾ അതിൽ കണ്ണൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. യാറൊക്കെ മൂടി ഒക്കെ കഴിഞ്ഞ് ഇതാക്കിയിട്ട് അവന് വെയിലുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇപ്പം അവിടെ ചന്ദനത്തിരിയൊക്കെ എത്തിക്കാൻ നിന്നു കേട്ടോ ഖബറിൻ്റെ അവിടെ. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇക്കും വന്ന് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്കല്ല, പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഇതെന്താ അത് കാക്കൂൻ്റെ അടുത്ത് വെക്കിട്ടാ. മാമിയുടെ അങ്ങോട്ട് പോണ്ടേ? മാമി അപ്പിയല്ല, ഉണ്ണിനെ കാണാൻ പോണ്ടേ? കാല് മാവുണ്ടോ? നീ വണ്ടിയിലല്ലേ പോണത്? പിന്നെന്താ, ബേബിനെ കാണണ്ടേ പോയിട്ട്? മാമിയുടെ ബേബിനെ കാണണ്ടേ? ബേബിക്ക് എന്താ കൊടുക്കുക? അതോ? അപ്പൊ ഇക്കാക്ക് എന്താ കൊടുക്കുക? മുറുക്ക് പിടിച്ചോന്നാട്ടാ.
ഹൈബു ഉറങ്ങിയ ഉറങ്ങിയ. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം 2 മാസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ ഡെലിവറിയുടെ ഇതിന്. അപ്പോൾ അവളെ കുട്ടിക്ക് 2 മാസമായി, ഇവിടെ മുത്തിന് 4 മാസം തുടങ്ങുന്നു കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. കുട്ടീനെ ആദ്യമായിട്ട് കാണാനാണ്. ഞങ്ങളിക്ക കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണാനാണ്. പിന്നെ ഇപ്പം അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ടാ. അപ്പം അങ്ങോട്ട് വരുന്നില്ല പറഞ്ഞിട്ട് ഇപ്പൊക്ക് വല്ല ക്ഷീണമായപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയിലിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പോവാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ മൂത്താളും ഉണ്ടല്ലോ, അപ്പോൾ അവന് ഈ കാക്കാൻ്റെ അടുത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവളവിടെ തറവാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേർച്ചക്കാരൻ ഇങ്ങോട്ട് ഇക്കാൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ മുത്തിനെന്താ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് ഇങ്ങനെ ഉറക്കമൊക്കെ ഉണർന്ന് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ കളിക്കാനുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ചെറിയ ആൾ ഇവിടെ ഉറങ്ങണം കേട്ടോ. അതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പി, മാഷാ അല്ലാ, പെങ്ങളുടെ ചെറുത് കേട്ടോ. മോളിച്ചോടി ഇത് ഡിമാൻഡുള്ള ആൾക്കാരൊക്കെ ഇത് ഇവിടുത്തെ അപ്പിട്ടുണ്ട്. ഓ പിന്നെയാണ് ആരെ തന്ന് മാമിയാ? അതാരാണ്? ഇക്കാക്കേ? മെച്ചെടുക്കട്ടെ ഒരു കഷ്ണം. ഇക്കാക്ക കൊടുക്ക് ബാപ്പു. കാക്കാക്ക് വേണ്ടേ? ഇക്കതാ പിന്നെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് എവിടെയെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ മതി. ഫോണും കൊണ്ട് അവിടെ ഇരുന്നോളൂ. ഒരു ശല്യമില്ല, ആരെയും ശല്യം ചെയ്യില്ല, ഒരു ഇതുമില്ലാണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ മക്കൾസ് ഇതാ കളിയിലാണ് കേട്ടോ. കുഞ്ഞാപ്പി ഉറങ്ങാണ്. അപ്പോൾ മുത്ത് അവൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവർ ഏട്ടനനിയനും നല്ല കളിയിലാണ്, മറ്റാളും ഏട്ടനനിയന്മാരും നല്ല കളിയിലാണ്. മാഷാ അല്ലാ, മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു രസമല്ലേ. അവരൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടൊക്കെ കളിക്കുകയാണ്. അവരും കുറേ ആയിട്ടൊക്കെ കണ്ടിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ലാസ്റ്റിൽ വന്നതാണ് കേട്ടോ. ലാസ്റ്റിൽ പറഞ്ഞാൽ ഒരു 6 മാസത്തിലോ 5 മാസത്തിലൊക്കെ വന്നതാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആയി കണ്ടിട്ട്. ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് ഒന്നാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടും സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇക്കയും അളിയനൊക്കെ പിന്നെ പുറത്തിരുന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. പെങ്ങളുടെ ഇളയിച്ചിൽ, അതായത് അളിയൻ്റെ അനിയൻ്റെ കുട്ടി കൂടി ഉണ്ട് കേട്ടോ. അവളവിടെ ഉണ്ട്. അവൾക്ക് ഫുഡ് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം പിന്നെ അങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുട്ടി. ഇതിനെ പൊന്നാപ്പിന്ന് വിളിക്കുക. അപ്പോൾ എന്താ പറയുക, ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത കാരണം വലിയ ക്ലിയർ അങ്ങോട്ട് ഇല്ല കേട്ടോ. അവൾക്ക് പരിചയക്കേടൊന്നും ഇല്ല കേട്ടോ. അടുത്തൊക്കെ വന്നു ഇതാക്കുകയൊക്കെ ചെയ്ത് 1 വയസ്സാവാറായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പെങ്ങളവർക്ക് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നാത്തൂന് മക്കൾക്ക് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എന്തായാലും ചൂടല്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാം. പിന്നെ അവിടുന്ന് അങ്ങനെ പട്ടാമ്പിക്കും പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയക്കി എളീനൊക്കെ ഫുഡ് കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഉറങ്ങിയപ്പോൾ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റതാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് എണീറ്റ് പിന്നെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് വൈകുന്നേരത്തെ ഞങ്ങൾ പട്ടാമ്പിക്ക് ഒരു 6:30 ആകുമ്പോൾ പട്ടാമ്പിക്ക് പോകാണ് കേട്ടോ ചെയ്തത്.
അപ്പോൾ ഇപ്പോൾ അകത്ത് ചൂടായ കാരണം പുറത്ത് വന്നിട്ട് അങ്ങനെ ചായയും ഒക്കെ കുടിക്കാണ് കേട്ടോ. ഇക്കാക്ക് പിന്നെ ഫോണ് കയ്യിൽ നിന്ന് വെച്ചിട്ടുള്ള ഒരു പരിപാടി മൂപ്പരാൾക്ക് അറിയില്ല കേട്ടോ. എപ്പോഴും ഞാൻ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വെക്കിന്ന്, അപ്പോഴും ഇത് പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ തല്ല് പിടിച്ച് വാങ്ങി വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ചിലപ്പോൾ ഗെയിമാവും കളിക്കുന്നുണ്ടാവുക, എന്നാലും ഫോൺ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.